ഹലോ ഫ്രണ്ട്സ്, സെലീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെഡിമെയ്ഡ് നൂഡിൽസ് കൊണ്ടാണ് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 6 മിനിറ്റ് മതി ഈ നൂഡിൽസ് തയ്യാറാക്കാൻ. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു എഗ് നൂഡിൽസ് റെഡിമെയ്ഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റുകളിലേക്ക് കിട്ടും ഇതുപോലത്തെ നൂഡിൽസ്. ഇത് നമുക്ക് 6 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കടായിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ പകുതി നൂഡിൽസ് എടുത്തിട്ടുള്ളൂ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വേവാൻ വേണ്ടി അടച്ചു വെക്കാം. ഈ വേവുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു കടായി സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി കൂടുതൽ, ചെറിയൊരു പീസ് ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് ഒരു പകുതി സവാള ചെറുതാക്കി കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാം. ഇതിനി വഴന്ന് വരട്ടെ. ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഈ സമയം ഞാൻ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നൂഡിൽസ് ഒന്ന് നോക്കി ഒന്നും കൂടി കുക്കാവാനുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും ഊറ്റിയെടുക്കാം. ഊറ്റിയെടുക്കുമ്പോൾ ഇതിന് മുകളിലൂടെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് എല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ഒരു വലിയൊരു ടൊമാറ്റോയും ചെറുതാക്കി കട്ട് ചെയ്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാബേജും ചേർത്ത് കൊടുക്കാം. വീട്ടിലുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയുണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ബീൻസ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇവിടെ വീട്ടിലുള്ളതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരുന്നത്. ഇനി ഒരു ക്യാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കൂടുതൽ കുക്കാവേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് വഴന്നാൽ മതിയാവും. ഇതിൻ്റെ കളറ് നഷ്ടപ്പെടരുത്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ മാഗിൻ്റെ ക്യൂബ്, ചെറിയൊരു ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. അത് അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് ഇനി കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ സോസുകളിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ട്, അപ്പോൾ അത്രയും ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് ചൂട് തട്ടി തന്നെ പെട്ടെന്ന് മെൽറ്റാവും. നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് സോസുകളെല്ലാം ചാട്ട് മസാല പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ചാട്ട് മസാല പൗഡർ ഇതിലേക്ക് മസ്റ്റാണ് കേട്ടോ. ഇത് ചിക്കൻ അരതിക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രൈ ചെയ്ത് സോയാബീനാണിത്, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ ഉള്ളവർക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ മുട്ട ചിക്കിയതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. ഇതിലൊക്കെ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട എന്ന് പറയുന്നത്. ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ ഉപ്പ് അധികമാവും. നൂഡിൽസിൽ നമ്മൾ തിളപ്പിച്ചപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് ശേഷം എല്ലാം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച നൂഡിൽസ് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ആക്കി എടുക്കുക. പതുക്കെ ഇളക്കി കൊടുക്കണം. ഓവർ കുക്കാവരുത്. നൂഡിൽസ് വേവിക്കുമ്പോൾ ഈ മുട്ട ചിക്കിയതും ചേർത്ത് കൊടുക്കാം. ഇനി പതുക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അങ്ങനെ നമ്മൾ നൂഡിൽസ് എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയായി. 6 മിനിറ്റ് മതി ഈ നൂഡിൽസ് തയ്യാറാക്കാൻ. മുതിർന്നവർക്കും കുട്ടികൾക്കും ഏറെ ഇഷ്ടമുള്ള നൂഡിൽസാണിത്. മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് നൂഡിൽസ്. ഇതുപോലെ നിങ്ങളെല്ലാം എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം. വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസൊക്കെ കഴിച്ചോളൂ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കും പ്രസ് ചെയ്യണം കേട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മൾ നൂഡിൽസ് ഒരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് കേട്ടോ നൂഡിൽസ്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ഇനി ഇതുപോലെ ഈസി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം.